ഇവിടെ യതീമായ 2 പെൺമക്കളുണ്ട്. എനിക്ക് യതീമായ 2 പെൺമക്കളുണ്ട്. അവരുടെ വിവാഹപ്രായം കഴിഞ്ഞു. അവര് പാപങ്ങളാ. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. നിങ്ങൾ ഇവിടെ ഭക്ഷണം ഭക്ഷണം വെച്ച് തരാ പറഞ്ഞപ്പോ എന്റെ മക്കള് പറഞ്ഞതെന്തെന്നറിയുവോ? ഉമ്മാ, അള്ളാന്റെ റസൂലിന്റെ സ്വഹാബികളല്ലേ, അവർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ഞങ്ങൾക്കൊരു ജീവിതം തന്നാലോ. എന്റെ മക്കളാ നിങ്ങൾക്ക് ഭക്ഷണം വെച്ച് തന്നത്. ഉമ്മ പറയുകയാണ്, എന്റെ മക്കള് തീമീങ്ങളാ, ഞങ്ങൾ പാവപ്പെട്ടവരാ. എന്റെ മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. അവിടെ നിന്ന് പ്രിയപ്പെട്ട മാതാവ് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ടടങ്ങൾ നിറയുകയാണ്. അവിടെ നിന്ന് വിളിക്കുന്ന സ്വഹാബാ, തന്റെ കൂടെ വന്ന സ്വഹാബത്തിനെ വിളിക്കുകയാ. എന്നിട്ട് പറഞ്ഞു, ഇവിടെ യതീമായ 2 പെൺകുട്ടികളുണ്ട്. ആരാ വിവാഹം കഴിക്കുന്നത്? ആരാ വിവാഹം കഴിക്കുന്നത്? എത്ര പണം വേണമെങ്കിലും ഞാൻ തരാ സഹാബാ. നിങ്ങൾ ചോദിക്കുന്നത് എത്ര പണമാണോ? ഈ 2 പെൺമക്കളെ വിവാഹം കഴിക്കുന്നവർക്ക് എത്ര സമ്പാദ്യം വേണമെങ്കിലും ഞാൻ തരാ. എന്റെ സമ്പത്ത് മുഴുവനും ഞാൻ നിങ്ങൾക്ക് തരാ. അങ്ങനെ 2 സ്വഹാബികൾ തയ്യാറാവുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ആ 2 പെൺമക്കളുടെ വിവാഹം അവർ ചോദിച്ചത് കൊടുത്തിട്ട് സ്വന്തം മക്കളെ പോലെ എവിടെ നിന്ന് വിവാഹം നടത്തുകയാ. അല്ലാഹുവേ,